പ്രശസ്ത നോവലിസ്റ്റ് UK കുമാരൻ്റെ തക്ഷംകുന്ന് സ്വരൂപം എന്ന നോവലാണ്. ഇത് ഒരു ദേശചരിത്രമാണ്. ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തികൾ കടന്ന് സഹ്യനപ്പുറത്തേക്ക് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ ജനതയുടെ പരിണാമദശകളിലൂടെ കടന്ന് അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഒഴുകിപ്പരക്കുന്നു എന്നാണ് പ്രസാധകർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ 100 വർഷത്തെ സാമൂഹിക സാംസ്കാരിക ചരിത്രങ്ങളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് ഈ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 100ഓളം കഥാപാത്രങ്ങളിലൂടെ അനാവൃതമാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും തിന്മകൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും ഒട്ടേറെ അനുഭവങ്ങൾ ഈ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രമായ രാമാറിലൂടെ വിദ്യാവിഹീനനായ ദരിദ്രനായ ഒരാൾ പടിപടിയായി ഉയർന്നു വരുന്നതിൻ്റെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും തൻ്റെ കാൽക്കീഴിലാക്കുന്നതിൻ്റെയും ആ ദൃഢനിശ്ചയവും ആ കഠിനാധ്വാനവും അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച തലങ്ങളെയും എന്നാൽ ഒരിക്കൽ പോലും ജീവിത മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ജീവസുറ്റ കഥാപാത്രങ്ങളാണ്. ഓരോരുത്തരിൽ നിന്നും സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് തന്നെ രാമാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ഇരുളിൻ്റെ മേഖലയിൽ അഗാധതയുള്ള ഒരു ഇടവഴിയിലെ ഒരു മുളങ്കൊമ്പ് പാലത്തിൽ ആകാശം നോക്കിക്കിടക്കുന്ന രംഗം ചിത്രീകരിച്ചുകൊണ്ടാണ്. വായനക്കാരുടെ ആകാംക്ഷ ഉണർത്തുന്ന, അവരെ ജിജ്ഞാസുക്കളാക്കുന്ന ഒരു അവതരണ ശൈലിയാണ് കഥാകൃത്ത് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. എന്താണ് ഈ രാത്രിയിൽ, എന്താണ് ഇങ്ങനെ ഒരു മുളങ്കൊമ്പ് പാലത്തിൽ ഈ ബാലൻ ഇങ്ങനെ കിടക്കുന്നത്? ആരും ചോദിച്ചു പോകുന്ന, കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണത്. എന്നാൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ വായനക്കാരൻ കണ്ടെത്തുന്നത് രാമാർ എന്ന കഥാപാത്രത്തോടുള്ള അടക്കാനാകാത്ത ഒരു അനുകമ്പ ആ കഥാപാത്രത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. താൻ വിദ്യ അഭ്യസിക്കാൻ പോയ കലാശാലയിൽ ഒരു തമ്പ്രാൻ്റെ മകൾ വന്ന് ഇരിക്കുകയാണ്. കുതിരവണ്ടിയിൽ വരുന്ന അവൾ പുതിയ വേഷവും പുതിയ ഭാവവുമായി വരുന്നു. അവൾക്ക് തന്നെ കലാലയത്തിൽ ഒരു ബെഞ്ച് ഇട്ടിരിക്കുന്നു. അതിലിരിക്കുന്ന ആ പെൺകുട്ടിയാകട്ടെ മറ്റുള്ളവരെ കരിങ്കുരങ്ങയെന്നും അയിത്തജാതി എന്നും വിളിച്ച് ആക്ഷേപിക്കുന്നു. ഇത് രാമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ വലിയ വേദന ഉണ്ടാക്കി. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തെ മാറ്റിമറിച്ചു. ഒരിക്കൽ അവളിരിക്കുന്ന ബെഞ്ചിൽ അദ്ദേഹം പശ പുരട്ടി വെച്ചു. അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ വസ്ത്രം ആ ബെഞ്ചിൽ പറ്റിപ്പിടിച്ചിരുന്നു. അങ്ങനെ തമ്പ്രാട്ടിക്കുട്ടിയുടെ പിൻഭാഗം കാണിച്ച വിരുദ്ധനായ ആ പയ്യനെക്കുറിച്ച് നാട്ടിൽ ചർച്ചയായി. ഈ സംഭവം രാമാറിൻ്റെ അച്ഛൻ അറിഞ്ഞു. രാമാറിൻ്റെ അച്ഛൻ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ അമ്മ മരിച്ചുപോയിരുന്നു. രണ്ടാനമ്മയാകട്ടെ അവൾ ദുഷ്ടയല്ല, എന്നാൽ അവൻ അന്യയായിരുന്നു. അച്ഛനെ ഒരിക്കലും ഈ അകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെ വീട് വിട്ടിറങ്ങിയ രാമാറാണ് ഈ മുളങ്കമ്പിൽ, ഈ മുളംപാലത്തിൽ കിടന്ന് ആകാശം കാണുന്നത്. ഇവിടെ ഈ ആകാശം കാണുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏതോ ഒരു വിസ്മയത്തെ നോക്കി കാണുകയല്ല, അവൻ ലോകത്തെ കാണുകയാണ്. ആകാശം പോലെ വിശാലമായ ലോകം, ലോകത്തിൻ്റെ വിവിധ അവസ്ഥകൾ, ലോകത്തിൽ ജനം അനുഭവിക്കുന്ന വിവിധ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകണം. അങ്ങനെ അവിടെ കിടന്ന് അപകടത്തിലേക്ക് പോകാവുന്ന അവൻ്റെ ഇതിൽ നിന്നും ഉയർന്ന പ്രായമുള്ള, എന്നാൽ അവൻ്റെ കൂട്ടുകാരനായിരുന്ന കുഞ്ഞിക്കേളു അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൻ എന്തെങ്കിലും ഒരു തൊഴിൽ വേണമെന്നും രണ്ടാനമ്മയെ അവരെ ഒരിക്കലും പ്രകോപിപ്പിക്കാതെ, അവരുടെ മുമ്പിൽ ഭക്ഷണത്തിന് യാചിക്കാതെ, തനിക്ക് അധ്വാനിച്ചെന്തെങ്കിലും നേടി അവർക്ക് സമ്മാനം കൊടുക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം. അവൻ ഒരു കുതിരപ്പന്തിയിൽ ജോലി നേടുന്നു കുഞ്ഞിക്കേളുവിൻ്റെ സഹായത്തോടെ. അവൻ കുതിരകളുമായി സംസാരിക്കുന്നു, കുതിരകളെ തലോടുന്നു. അങ്ങനെ അവൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റുന്നു. അതിനിടയിൽ ചേക്കു
ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ച് അവനോട് പറയുന്നു. അങ്ങനെ ചാണകം വിൽപ്പനയെക്കുറിച്ച് അവൻ അറിയുന്നു. പടിപടിയായി അവൻ്റെ ജീവിതത്തിൽ അവൻ ഉയർന്ന് അവൻ തൻ്റെ പിതാവിൻ്റെ പഴയ കൂട്ടുകാരൻ്റെ കാര്യസ്ഥനായി മാറുന്നു. അവൻ്റെ ആ കാര്യസ്ഥൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഇവൻ ഭംഗിയായി നിർവഹിക്കുന്നു. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കാൻ അച്ഛൻ്റെ കൂട്ടുകാരൻ സഹായിക്കുന്നു. തൻ്റെ അമ്മയുടെ ശരീരം മറവ് ചെയ്ത ഭൂമി അവൻ സ്വന്തമാക്കിയെടുക്കുന്നു. തുടർന്ന് വലിയ ബിസിനസ്സുകാരനായി അവൻ മാറുന്നു. ഇതിനിടയിൽ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അവൻ ചിന്തിക്കാനും പ്രതികരിക്കാനും തുടങ്ങി. തികച്ചും ശാന്തമായ ഗ്രാമപ്രദേശമാണ് തക്ഷംകുന്ന്. പക്ഷേ ആ തക്ഷംകുന്നിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയത് അവിടെ കടന്നു വന്ന കേളപ്പജിയാണ്. കേളപ്പൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന് രഹസ്യമുണ്ടായിരുന്ന മെറ്റിൽഡ എന്ന ടീച്ചറുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഡോക്ടർ ആ സമൂഹത്തിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായി തീർന്നു. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ കാണുന്നു ഡോക്ടറുടെ പരിചാരകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഇവിടെ നിന്ന് ഒളിച്ചു പോകുന്ന രംഗവും ചിത്രീകരിക്കുന്നുണ്ട്. കാര്യങ്ങൾ വീണ്ടും തകിടം മറിയുകയാണ്. തക്ഷംകുന്ന് പ്രദേശത്തെ ആകെയുള്ള ആളിരമ്പം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഉത്സവവും കാളച്ചന്തയുമാണ്. അവിടെ പല വിനിമയങ്ങൾ നടത്തപ്പെടുന്നു. ആളുകൾ ഉത്സവമായി ആഘോഷിക്കുന്നു. അതിനപ്പുറത്ത് നാട്ടിൽ പ്രത്യേക ചലനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വല്ലപ്പോഴും കടന്നു പോകുന്ന ഒരു പട്ടാളക്കാരനുണ്ട്. അത് മാതാമ എന്ന ആ സ്ത്രീയുടെ ആ ശക്തയായ വനിതയുടെ മകനായിരുന്നു. അവൻ്റെ ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല. അവൻ വല്ലപ്പോഴും വന്ന് കടന്നു പോകുന്നു, അതുമാത്രം. ഡോക്ടറുടെ വീട്ടിൽ സ്വാതന്ത്ര്യദിന ചർച്ചകൾ അരങ്ങേറുകയാണ്. ഇതിനനുസരിച്ച് ഗ്രാമം സ്വാതന്ത്ര്യ ചിന്തയിലേക്ക് മാറി തുടങ്ങി. സ്വാതന്ത്ര്യ ചിന്ത അവരെ അടിമത്തത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ തൻ്റെ മാനം ചോദ്യം ചെയ്ത തമ്പ്രാനോട് അല്ലെങ്കിൽ വരേണ്യവർഗത്തിൽപ്പെട്ട വ്യക്തികളോട് പാവപ്പെട്ടവർ പ്രതികരിക്കാൻ തുടങ്ങി. പാവയ്ക്കാൻ വന്ന വെള്ളായി ഹാജിയാരെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധമെന്ന വണ്ണം ആ പായ് അയാളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കീറുകയും അയാളുടെ കന്നത്തടിക്കുകയും ചെയ്യുന്ന വെള്ളായി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മുന്നണി പോരാളി തന്നെയാണ്. തുടർന്നങ്ങോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്വാതന്ത്ര്യ ചിന്തയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മറ്റൊരു കഥാപാത്രമാണ് ഇതിലെ മദാമ. ഒരു ചായക്കട നടത്തുന്ന ആ മദാമ തന്നെ മാറുമറയ്ക്കാൻ മേലാളന്മാർ അനുവദിച്ചില്ല എന്ന കാര്യം അവർ മറന്നിട്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമായി ഒരു കുപ്പായവുമിട്ട് അവരുടെ മുമ്പിലൂടെ നടക്കുകയാണ്. തക്ഷംകുന്നിലെന്നല്ല, കേരളത്തിൽ ആദ്യമായി ഒരു ബസ് സർവീസ് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്നതും ഈ മദാമ തന്നെയാണ്. ബസ്സിൻ്റെ ഡ്രൈവർ സായിപ്പ് അദ്ദേഹം ചില പ്രത്യേക ചേഷ്ടകൾ കാണിച്ച് നടക്കുമ്പോൾ വായനക്കാരുടെ ശ്രദ്ധ അങ്ങോട്ടും പോകുന്നുണ്ട്. ബസ് പോകുമ്പോഴുള്ള ഇരമ്പവും കടകളിലേക്ക് പൊടി ഇരച്ചു കയറുന്നതും ഒക്കെ നാട്ടുകാർക്ക് ഒരു അത്ഭുതമായി തന്നെ നിന്നു എന്ന് കഥാകൃത്ത് പറയുന്നുണ്ട്. തുടർന്ന് രാമാറിൻ്റെ ജീവിതത്തിലേക്ക് അവൻ അറിഞ്ഞോ അറിയാതെയോ കല്യാണി എന്ന പെൺകുട്ടി കടന്നു വരികയാണ്. അവൻ്റെ പ്രണയം പൊടുന്നനെ അസ്തമിച്ചു പോകുന്നു. കല്യാണി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വേറൊരാൾ വിവാഹം കഴിച്ചു പോകുന്നു. താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനോ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനോ ശ്രമിക്കുന്ന ആധുനിക തലമുറയ്ക്ക് രാമാർ ഇവിടെ മാർഗദർശിയാകുന്നു. തനിക്ക് കല്യാണിയെ കിട്ടാത്തതിൽ അവന് വേദനയുണ്ട്. പക്ഷെ അവൻ അതിലൊരിക്കലും പ്രതികാരേച്ഛുവായില്ല. അവൻ കാത്തിരുന്നു. ഏറെ കാലത്തിന് ശേഷം തൻ്റെ ഭർത്താവിൽ നിന്നും മോചനം നേടിയ അവൾ രാമാറിന് ഭാര്യയായിത്തീരുന്നു. അക്ഷരജ്ഞാനമില്ലാത്ത രാമാറിനെ അവൾ അക്ഷരം പഠിപ്പിച്ചു, കണക്ക് കൂട്ടാൻ പഠിപ്പിച്ചു. ലജ്ജാശീലനായ അവനെ ലജ്ജയില്ലാത്തവനാക്കി മാറ്റി. ധീരനായ ഒരു പടയാളിയാക്കി അവനെ മാറ്റി. അങ്ങനെ രാമാർ എന്ന കഥാപാത്രത്തിൻ്റെ പടിപടിയായുള്ള ഉയർച്ചയിൽ കല്യാണിയുടെ പങ്ക് വളരെ വലുതാണ്. രാമാർ വളർന്ന് വലിയ ബിസിനസ്സുകാരനായി, വലിയ സമ്പന്നനായി. ഈ കാലഘട്ടത്തിലൊക്കെയും അദ്ദേഹം തൻ്റെ ജീവിത മൂല്യങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വീണ്ടും നമ്മൾ നോവലിൽ കണ്ടുമുട്ടുന്ന മറ്റു ചില കഥാപാത്രങ്ങളുണ്ട്.
കുഞ്ഞിക്കേളു രാമാറിൻ്റെ സന്തത സഹചാരിയാണ്. അവൻ്റെ തയ്യൽക്കട ആ നാട്ടിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരിടമാണ്. കെ കേളപ്പൻ്റെ ശിഷ്യനായ ഡോക്ടർ നാട്ടിൽ നിന്നും ഒളിച്ചു പോകുന്ന സന്ദർഭം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ എല്ലാമെന്ന് കരുതിയ പ്രിയപ്പെട്ടവർ തന്നെ വിട്ടുപോയപ്പോൾ ഉണ്ടായ ആ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വൈമുഖ്യം കൊണ്ട് ആ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അണമുറിയാതെ മുമ്പോട്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ഡോക്ടർ പോയപ്പോൾ 1000 ജീവനുകൾ നാം പെടുത്തു. ഗാന്ധിജി അവർക്കൊരു ആദർശ പുരുഷനായി മാറിയെന്ന് മാത്രമല്ല, ഗാന്ധിജിയെ പിൻപറ്റാൻ പുതുതലമുറക്കാർ ഒട്ടേറെ രംഗത്തേക്ക് വന്നു. താഴ്ന്ന ജാതിക്കാരോട് മല്ലിട്ട ഹാജിയാർ ഒരു മുന്നണി സ്വാതന്ത്ര്യ സമര പോരാളിയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ചലനം സൃഷ്ടിച്ച സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും അതിന് ആശയം ആവേശവും പകർന്ന ഗാന്ധിജിയും തക്ഷംകുന്ന് ഗ്രാമത്തെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നും ആ സ്വാധീന വലയത്തിൽപ്പെട്ട ഇതിലെ പ്രധാന കഥാപാത്രമായ രാമാർ തൻ്റെ ബാല്യ കൗമാര ദശകളിൽ നിന്നും തൻ്റെ സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ജീവിതത്തിൻ്റെ നന്മകളെ കൈമോശം വരാതെ കാത്തുസൂക്ഷിച്ചുവെന്നും ഈ നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്ന ആധുനിക സമൂഹത്തിൽ സ്ത്രീ എങ്ങനെയാണ് ശക്തിയാകുന്നതെന്ന് സ്വന്തം കർമ്മപഥത്തിലൂടെ കാണിച്ചു തന്ന ധീരവനിതയാണ് ഇതിലെ കഥാപാത്രമായ മദാമ. തൻ്റെ മകൻ തന്നെ ഉപേക്ഷിച്ചു പോകുമ്പോഴും ആ നാട്ടിലെ താൻ പോരിമയുള്ള ഒരു സ്ത്രീയായി അവർ നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവർ കൈകൾ വെച്ചു. ഒരു ബസ്സിൻ്റെ ഉടമയായി സ്വന്തം അധ്വാനിച്ചൊരു കട നടത്തി പോകുന്നു. നാട്ടുകാരുടെ വഴക്കുകൾ തീർക്കുന്നു. അങ്ങനെ സ്ത്രീശക്തിയുടെ മൂർത്തരൂപമായി അവർ നിൽക്കുകയാണ്. അവരുടെ മകൻ പട്ടാളത്തിൽ നിന്ന് വന്നു. പട്ടാളത്തിൽ നിന്ന് വന്ന മകൻ നാട്ടിലൂടെ ഉലാത്തുകയാണ്. അവന് ആ നാട്ടിലെ ഒരു കുടുംബത്തിലെ സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധമുണ്ടായി. ജീവിതത്തിൽ തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് അത് ലഭ്യമല്ല എന്ന് തോന്നലുണ്ടായപ്പോൾ അവൾ ഇവനെ അതിന് ഒരു ഉപകരണമാക്കി എന്നതാണ് ശരി. എന്നാൽ ആ സ്ത്രീ പിന്നീട് ആത്മഹത്യക്ക് വിധേയമാക്കുകയാണ്. ആ സ്ത്രീയും കുഞ്ഞും പിന്നീട് ആത്മഹത്യക്ക് കീഴ്പ്പെടുകയാണ്. കാരണം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ താനാണെന്ന് ഈ പട്ടാളക്കാരൻ ഏറ്റുപറയുന്നുണ്ട്. ജീവിത വഴികളിലെ പലവിധത്തിലുള്ള ആളുകളെയും അവരുടെ പലവിധമായ സ്വഭാവങ്ങളെയും സ്വഭാവ വൈശിഷ്ട്യങ്ങളെയും സ്വഭാവ ദൂഷ്യങ്ങളെയും ഓരോ കഥാപാത്രങ്ങളിലൂടെ നോവലിസ്റ്റ് ഭംഗിയായി അവതരിപ്പിക്കുന്നു. ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും ഇതാണ്. ഒരു ഗ്രാമത്തെ, ഒരു ദേശത്തെ ആകെ കൂടി നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ആ ദേശത്തുള്ള ആളുകളെ നാം കാണുമ്പോൾ അവരിൽ നിന്ന് ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളുകയും ചിലത് നമ്മുടേതാക്കി തീർക്കുകയും ചിലത് ലോകത്തിന് നമുക്ക് സംഭാവന ചെയ്യാനുണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ വായന അർത്ഥപൂർണമായി തീരും. തക്ഷംകുന്ന് സ്വരൂപം വായിക്കുന്ന ഓരോ വായനക്കാരനും രാമാറിലും അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ മുൻനിര പോരാളികളായിരുന്ന ഓരോ വ്യക്തികളിലും അഭിരമിക്കുകയും ജീവിതത്തിൻ്റെ പുതിയ പന്ഥാവുകൾ തേടി യാത്ര തിരിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളും യുവാക്കളും ആധുനിക കാലത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നട്ടം തിരിയുമ്പോൾ പ്രതിസന്ധികളെ എങ്ങനെ ധീരമായി തരണം ചെയ്യണമെന്നും ജീവിതത്തിൽ ഉന്നതമായ വിജയം എങ്ങനെ നേടണമെന്നും അവർക്കുള്ള നല്ല ഒരു ചൂണ്ടുപലകയാണ് UK കുമാരൻ്റെ തക്ഷംകുന്ന് സ്വരൂപം.